നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശബ്ദനാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? ചൈന ഇൻലാൻഡ് മിഷന്റെ സ്ഥാപകനായ ഹഡ്സൺ ടെയ്ലറിന് ആ പോരാട്ടം നന്നായി അറിയാമായിരുന്നു. ദൈവം അദ്ദേഹത്തെ ചൈനയിലേക്ക് വിളിച്ചപ്പോൾ മിഷൻ ബോർഡുകൾ അവനോട് അവൻ വളരെ ചെറുപ്പക്കാരനാണെന്നും വളരെ ദരിദ്രനാണെന്നും ജോലി വളരെ അപകടകരമാണെന്നും പറഞ്ഞു. ഒടുവിൽ അവൻ എത്തിയപ്പോൾ ഭാഷാ തടസ്സങ്ങൾ, ശത്രുത, രോഗം, ഭാര്യയുടെയും കുട്ടികളുടെയും ഹൃദയഭേദകമായ നഷ്ടം പോലും അവൻ നേരിട്ടു. പലർക്കും ദൈവം പിന്മാറിയതായി തോന്നി. എന്തുകൊണ്ട് ദൈവം അവനെ നിരസിച്ചു? ദൈവം എന്തേ നിശബ്ദനായി നിൽക്കുന്നു എന്നുപോലും നാം ചിന്തിച്ചേക്കാം. എന്നാൽ ടെയ്ലർ പിന്മാറാൻ വിസമ്മതിച്ചു. ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ വിതരണത്തിന് കുറവുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ക്രിസ്തുവിനെ കൂടുതൽ ഫലപ്രദമായി പങ്കിടാൻ അദ്ദേഹം ചൈനീസ് വസ്ത്രധാരണവും ആചാരങ്ങളും സ്വീകരിച്ചു. മരണസമയത്ത് അദ്ദേഹത്തിന്റെ ദൗത്യം 800-ലധികം മിഷണറിമാരെ അയച്ചു. 125 സ്കൂളുകൾ ആരംഭിച്ചു. ചൈനയിലുടനീളം 100 കണക്കിന് പള്ളികൾ നട്ടുപിടിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ കാനാൻകാരി സ്ത്രീയെ പോലെ ദൈവം നിശബ്ദനാണെന്ന് തോന്നുമ്പോൾ വിശ്വാസം വിട്ടുകളയാതിരിക്കാൻ ടെയ്ലർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പ്രത്യാശയോടെ തുടരുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുണ എല്ലായ്പ്പോഴും നമ്മളെക്കാൾ വലിയ വിളവ് നൽകുന്നു. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ അനുഗ്രഹം.